വാഗമണ്ണിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം. ഈരാറ്റുപേട്ട നടക്കൽ സ്വദേശി സാദിഖിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ മാസം 24-ാം തീയതി നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിലേക്ക് സംഭവത്തിൽ വാഗമൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ജോയ്മോനാണ് ചേരുന്നത്. ജോയ്മോൻ, ഒരു കുഞ്ഞിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത്? അതിൽ കുഞ്ഞിനടക്കം പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് സംഭവം? എന്താണ് ഈ പ്രകോപന കാരണം? എന്താണ് ഉണ്ടായത്? ശ്യാമിലി, കഴിഞ്ഞ 23-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ വാഗമൺ സഞ്ചരിക്കാൻ പോയ കുടുംബത്തിന് നേരെ ബൈക്കിലെത്തിയ സംഘത്തിന് ആക്രമണം ഉണ്ടാകുന്നത്. അതായത് ഇവർ വാഗമൺ സന്ദർശിച്ച് മടങ്ങി തിരികെ വരുന്ന വഴി ഈരാറ്റുപേട്ടയിലേക്കുള്ള യാത്രക്കിടെയാണ് ഇത്തരത്തിൽ ഈ 3 പേരടങ്ങ് 3ഓളം ബൈക്കുകളിലെത്തിയ സംഘം ഇവരുടെ വാഹനത്തിന് കുറുകെ ബൈക്ക് പാർക്ക് ചെയ്യുകയും പിന്നാലെ ഇവരെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അസഭ്യം പറയുകയും ഒക്കെയായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കേൾക്കാം. അതായത് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അതായത് ഈ ഈരാറ്റുപേട്ട സ്വദേശിയായ സാദിഖിൻ്റെ ഭിന്നശേഷിക്കാരായ സഹോദരി അടക്കമുള്ളവർ ഈ വാഹനത്തിലുണ്ടായിരുന്നു. സ്ത്രീകൾ, ഇതുകൂടാതെ സാദിഖിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഭാര്യയുടെ മാതാപിതാക്കൾ അടക്കം ഈ വാഹനത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവരെല്ലാവരും കൂടി ഈ വിനോദസഞ്ചാര യാത്ര കഴിഞ്ഞ് തിരികെ പോകുന്ന വഴി ഈ വാഹനം പോയതുമായി ബന്ധപ്പെട്ട് റോങ് സൈഡിൽ ഈ ഇവർ സഞ്ചരിച്ച വാഹനം പോയി എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ സംഘം കാർ തടഞ്ഞു നിർത്തുകയും പിന്നാലെ ഇവരെ അസഭ്യം പറയുകയും പിന്നാലെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിനുശേഷം ഇവരുടെ, അതായത് സാദിഖിൻ്റെ ഭർത്തൃപിതാവിന് ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റുണ്ട്. ഇപ്പോൾ ഇയാൾ ചികിത്സയിലായിരുന്നു. ഇതിനുശേഷം ഇവർ അതായത് മിനിങ്ങാന്നാണ് 31-ാം തീയതിയാണ് വാഗമണിൽ പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകുന്നത്. ഈ പരാതി നൽകിയപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായില്ല എന്നും ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ഏകദേശം ഈ 31-ാം തീയതി രാവിലെ 12 മണിയോട് കൂടിയാണ് ഈ കുടുംബം സാദിഖും അതുപോലെ തന്നെ ഇവർ കുടുംബത്തിലുള്ളവരും ചേർന്ന് പരാതി നൽകാൻ വാഗമൺ സ്റ്റേഷനിൽ വീണ്ടും എത്തുന്നത്. ഇത്തരത്തിൽ പരാതി നൽകിയതിനു ശേഷം 4 പേർക്കെതിരെയാണ് നിലവിൽ വാഗമൺ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ 4 മറ്റ് പ്രതികൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. നിലവിൽ സംഭവത്തിൽ 4 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിന് നേരെ മൂന്നാറിലും ആക്രമണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ടൂറിസം മന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ അവലോകന യോഗം ഉൾപ്പെടെ ചേർന്നിരുന്നു. ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ഉറപ്പാക്കും, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ മന്ത്രിസഭയിൽ ആലോചിച്ച് തീരുമാനിക്കും എന്തൊക്കെയുള്ള കാര്യങ്ങൾ വിശകലന യോഗത്തിൽ ചർച്ചയായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണം വാഗമണിലും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇത് തുടർക്കഥയാണ്. മുൻപും സമാനമായ സംഭവങ്ങൾ ഇടുക്കി ജില്ലയിൽ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഇതുപോലെ സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും അടങ്ങുന്ന ഒരു സഞ്ചാരികൾക്ക് നേരെയാണ് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശ്യാമിലി.